ഹലോ, ടീം കേരള വൈബ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുളത്തുമൺ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ തന്നെ ആദ്യം നമ്മൾ കാണുന്നത് പടർന്നു പന്തലിച്ചു നിൽക്കുന്ന അരയാലാണ്. തിരുമുറ്റത്തേക്ക് കയറുമ്പോൾ നേരെ മുൻപിൽ കാണുന്നത് ഭഗവാന്റെ ശ്രീകോവിൽ. കേരളത്തിൽ അത്യപൂർവമായി മാത്രം കണ്ടുവരാറുള്ള ഒരേ ശ്രീകോവിലിൽ പഞ്ചലോഹത്തിലുള്ള ശിവപാർവതി പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് എന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ക്ഷേത്രത്തിൽ നടക്കുന്ന വിശേഷ പൂജകൾ ചിങ്ങമാസത്തിലെ ഉണ്ണിയപ്പം മോഡല്, ചിങ്ങമാസത്തിൽ തന്നെ തേവരൂട്ട്, ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് എട്ടങ്ങാടി നിവേദ്യം, ദശപുഷ്പം ചൂട്, തിരുവാതിരക്കളി, അതുപോലെ തന്നെ ശിവരാത്രിയിൽ ഇളനീർ അഭിഷേകം, അഷ്ടാഭിഷേകം. പ്രധാന വഴിപാടുകൾ എന്ന് പറയാവുന്നത് മൃത്യുഞ്ജയ ഹോമം, അതിനോടൊപ്പം തന്നെ വിവാഹ തടസ്സം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഉമാമഹേശ്വര മന്ത്രപുഷ്പാഞ്ജലി ഇവിടെ കഴിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമാണ്. എത്ര വലിയ വിവാഹ തടസ്സവും മാറിക്കിട്ടും. ജലധാര, പിൻവിളക്ക്, കടുംപായസം, ശിവപാർവതി പൂജ, സർവൈശ്വര്യ പൂജ, അങ്ങനെ വഴിപാടുകൾ അനവധിയാണ്. ഇതിലേക്ക് ഏറ്റവും പ്രധാന വഴിപാടെന്ന് പറയുന്നത് വിവാഹ തടസ്സം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഉമാമഹേശ്വര മന്ത്രപുഷ്പാഞ്ജലി തന്നെയാണ്. ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഭക്തർ ഇവിടെ വന്ന വഴിപാട് തടസ്സങ്ങളൊക്കെ മാറ്റിയിട്ടുള്ളത് അനുഭവമാണ്, മഹാദേവന്റെ അനുഗ്രഹവുമാണ്. മഹാദേവനെ ദർശിക്കുമ്പോഴുള്ള ചൈതന്യം പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ്. പ്രപഞ്ചശക്തികളുടെ പ്രഭവ കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്ര ദർശനം ശരീരത്തെ ഊർജ്ജസ്വലവും മനസ്സിനെ നിർമ്മലവുമാക്കുന്നു. ക്ഷേത്രത്തിലെ എല്ലാ പ്രധാന ചടങ്ങുകളും മലയ്ക്ക് വെച്ചതിന് ശേഷമാണ് തുടങ്ങുന്നത്. ക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോവിലിന് പുറമെ ഉപദേവന്മാരായിട്ടുള്ളത് ഗണപതി, ശാസ്താവ്, സുബ്രഹ്മണ്യൻ, മകരമാസത്തിലെ രോഹിണി, മകയിരം, തിരുവാതിര നക്ഷത്രത്തിലാണ് ക്ഷേത്രത്തിൽ തിരുവുത്സവം കൊടിയേറ്റോടുകൂടി ആരംഭിക്കുന്നത്. കൊടിയേറ്റിന് മുമ്പായി തന്നെ മഹാദേവൻ ദേശത്ത് ഊരി ചുറ്റാനിറങ്ങും. എല്ലാ ഭക്തരുടെ വീട്ടിലുമെത്തി പറ സ്വീകരിച്ചതിന് ശേഷമാണ് ഈ ക്ഷേത്രത്തിലെ തിരുവുത്സവം ആരംഭിക്കുന്നത്. കുംഭമാസത്തിലെ തിരുവാതിരയ്ക്കാണ് ഭഗവാന്റെ പൊങ്കാല. നാനാജാതി മതസ്ഥർ ഒന്നായി ക്ഷേത്രത്തിനു മുമ്പിൽ പൊങ്കാലയിടുന്നത് ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്.
ക്ഷേത്രത്തിലെ ഭഗവാന്റെ പൂജയും കാര്യങ്ങളുമൊക്കെ വളരെ ഭംഗിയായി നോക്കി നടത്തുന്നത് മേൽശാന്തി കൊല്ലം പൊന്മനയില്ലത്ത് ശ്രീ അച്യുത നമ്പൂതിരി തിരുമേനിയാണ്. അദ്ദേഹം ദേശക്കാർക്ക് ഏറെ പ്രിയപ്പെട്ടവനും ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ഭക്തജനങ്ങൾക്ക് വലിയൊരു അനുഗ്രഹവുമാണ്. ഈ ക്ഷേത്രത്തിലെ കഴുകൻ കൈകാര്യം ചെയ്യുന്ന നിർമ്മല അമ്മ. ഭഗവാന് സേവ ചെയ്യാൻ കിട്ടുന്നതിൽ പരം ഭാഗ്യം മറ്റൊന്നുമില്ല എന്നുള്ളതാണ് അമ്മയുടെ ഭാഷ്യം. ഈ കാണുന്നതാണ് തീർത്ഥക്കിണർ. ദേവന്റെ പൂജകൾക്കും മറ്റുമായി ഈ കിണറ്റിലെ തീർത്ഥജലമാണ് ഉപയോഗിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ ഭരണകാര്യങ്ങളൊക്കെ കൃത്യമായി നോക്കിക്കണ്ട് ചെയ്യുന്ന ഒരു കാര്യനിർവഹണ സമിതിയാണ് ഈ ദേശത്തിനും ക്ഷേത്രത്തിനും ഇപ്പം നിലവിൽ ലഭിച്ചിട്ടുള്ളത്. പ്രസിഡന്റ് ശ്രീ ചന്ദ്രശേഖരൻ പിള്ള ശിവനിലയം, സെക്രട്ടറി ശ്രീ അപ്പുക്കുട്ടൻ ഗൗരീശങ്കരൻ, പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിൽ അപ്പുറത്തേക്ക് എന്തോ ഒരു ഫീലാണ് ഈ ക്ഷേത്രത്തിൽ നിന്നപ്പോൾ ഞങ്ങൾക്കുണ്ടായത്. ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾക്കൊപ്പം തന്നെ ശ്രീ അച്യുത തിരുമേനി ജ്യോത്സ്യത്തിലും തൻ്റെ പാണ്ഡിത്യം തെളിയിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തോട് ചേർന്ന് തന്നെ പാഞ്ചജന്യം എന്ന പേരിലൊരു ജ്യോതിശാലയം പ്രവർത്തിക്കുന്നു. ഉദ്ദിഷ്ടകാര്യലബ്ധിക്ക് ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഭക്തർ ഇവിടെ എത്തി പ്രശ്നപരിഹാരം തേടാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചിറങ്ങുന്നത് തന്നെ വളരെ വിഷമത്തോടു കൂടിയാണ്. ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. തിരുമേനിയുമായി ബന്ധപ്പെടാനുള്ള വിലാസം ഇതിനോടൊപ്പം ചേർക്കുന്നു.